ഹായ് ഓൾ. അങ്ങനെ നമ്മളിത് രാവിലെ തന്നെ ഫോണും പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മളിവിടെ വീട്ടിലാണ്, എൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മൾ 2 ദിവസമായി വന്നിട്ട് ഓരോരോ പരിപാടികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ദിവസങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ വീട്ടിലെല്ലാവരും കൂടുന്ന ഒരു സമയവുമാണ്, എല്ലാവരും കൂടി ഉള്ളതുമാണ്, വീട്ടിലുമാണ്, നമ്മുടെ വീട്ടിലുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു സന്തോഷമൊക്കെ ഉള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ വീഡിയോസ് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ഡേ കൂടിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ പൂരമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്താ എപ്പോഴും പൂരം ഇത് ഇന്നും പൂരമാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിലത്തെ ഇവിടെയുള്ള പൂരമാണ്. അപ്പോൾ അതൊരു ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ അയ്യപ്പൻകാവ് എന്നാണ് ഈ അമ്പലം കേട്ടോ. അപ്പോൾ അവിടുത്തെ പൂരമാണ്. അപ്പോൾ അങ്ങനെ രാവിലത്തെ ഭക്ഷണം രാവിലത്തെ ചായപരിപാടികളൊക്കെ കഴിഞ്ഞു പോയി, കുട്ടികളൊക്കെ കളിച്ചു. അങ്ങനെ ഉച്ചത്തേക്കുള്ള ഫുഡുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ കുട്ടികളെല്ലാവരും കഴിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ആളാണെന്നുണ്ടെങ്കിൽ ഷാദിനാണെന്നുണ്ടെങ്കിൽ വൈകിട്ടത്തേക്കേ വരുള്ളൂ, ഏട്ടനാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ പോയി കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും അങ്ങോട്ട് ഭക്ഷണം കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ നാടൻ സദ്യയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഇന്ന് നാടൻ സദ്യയ്ക്ക് പിന്നെ ആൾക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു മരണമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫുഡിൻ്റെ നോൺ വെജ് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ സദ്യയ്ക്ക് അപ്പോൾ എല്ലാവർക്കും കഴിക്കാം അങ്ങനെ വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്കിന്ന് ചോറിന് നമ്മൾക്ക് സാമ്പാറുണ്ട്, നമ്മുടെ അച്ചാർ, പുളിയിഞ്ചി, കാളൻ, അവിയൽ, ഉപ്പേരി, പപ്പടം, പിന്നെന്താ നമ്മൾ സാമ്പാറുണ്ട്. പിന്നെ നമ്മുടെ മീനും കറി വെച്ചിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക ഏട്ട കറി വെച്ചിട്ടുണ്ട്, വറുത്തിട്ടുണ്ട്. നമ്മളെ ചിക്കൻ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഐറ്റം, അതിൻ്റെ പേര് എന്താണെന്നറിയില്ല, ചേച്ചിയുടെ ഒരു സ്പെഷ്യലാണ് ചിക്കൻ. ഇങ്ങനെ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിൻ്റെ പേര് ഞാൻ മറന്നു, എന്താണെന്ന് എനിക്കറിയില്ല. അതും ചിക്കൻ കൊണ്ടുള്ളൊരു അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുട്ടികളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ സമയമായപ്പോൾ നല്ല വേനൽക്കാലം തുടങ്ങിയിട്ടുണ്ട്, ശരിക്കും നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ, അടുക്കളയുടെ ജനലാണ്, ഈ ജനലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ അപ്പുറത്ത് ഉണ്ട് നല്ല വലിയൊരു പറമ്പാണ്. അപ്പോൾ പറമ്പ് നല്ല കാറ്റൊക്കെ വരും. അപ്പോൾ ആ സൈഡിൽ നിന്ന് പറയുമ്പോൾ നല്ലൊരു തണുപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചുമ്മാ വെറുതെ ഇങ്ങനെ ഒന്ന് എടുത്തതാണ്. പിന്നെ നമ്മളങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ്. പിന്നെയെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അമ്മായിയും മാമനും എല്ലാവരും ചേച്ചി എല്ലാവരും കൂടിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞതായിരുന്നു. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് അവർക്കും വരാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെയൊക്കെ ഒരു കുറവുണ്ട്. ഇനി സാരമില്ല, ഇനി അടുത്ത പ്രാവശ്യം നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ്. എന്താ പറയുക, നമ്മുടെ കറിയും ഏട്ടക്കറിയും പപ്പടം അങ്ങനെ എല്ലാതും കൂട്ടിയിട്ട് നമ്മളങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന്. പിന്നെ ചോറിനാണിരുന്നാലും അറിയാലോ, പിന്നെ ഇങ്ങനെ ഓരോന്ന് കഥകൾ ഇങ്ങനെ ഓരോന്നായിട്ട് വരും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കുറേ സമയം അങ്ങോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം കുട്ടികൾക്കൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ട് അവരെ തന്നെ അങ്ങോട്ട് മാറ്റിയിരുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നിട്ട് ചോറിനലൊക്കെ കഴിഞ്ഞ് പിന്നെ ആണെന്നുണ്ടെങ്കിൽ പായസം നമ്മുടെ പാലട പ്രഥമനായിരുന്നു. അപ്പോൾ അതും ചോറൊക്കെ കൊണ്ടതിന് ശേഷം പിന്നെ എല്ലാവർക്കും ഓരോ ഗ്ലാസ്സിൽ അങ്ങോട്ട് പായസം വിളമ്പി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിന് ശേഷം പിന്നെ അങ്ങനെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ ഒരു 4-5 മണി 6 മണിയൊക്കെ ഉള്ളിലൊക്കെ ആയിട്ട് നമ്മളങ്ങനെ അമ്പലത്തിലൊക്കെ എത്തി. പിന്നെ അവിടെ നിന്ന് കുറേ വരവുകളുണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. പിന്നെ ഇന്നത്തെ ഒരു ദിവസം രാത്രി ഗാനമേളയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോവും. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ പിന്നെ വലിയ മരുന്ന് പണി അധികമില്ല, ഇങ്ങനെ ലൈറ്റ് കളർഫുള്ളായിട്ടുള്ള ലൈറ്റുകളാണ്. അപ്പോൾ അതങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ എടുത്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ പൂരൊക്കെ കണ്ടു നമ്മളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ ബൈ.